ഹായ്, നന്ദിക്കാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഓണവിശേഷമായിട്ടാണ് എത്തിയിരിക്കുന്നത്. കുറച്ച് താമസിച്ചു പോയി, ഓണത്തിരക്കൊക്കെ കഴിഞ്ഞിട്ടിടാമെന്ന് കരുതി. നമുക്കപ്പടി തിരക്കായിപ്പോയി. കാരണം നമ്മൾ ഓണത്തിൻ്റെ അന്ന് നമ്മുടെ അമ്മ വീട്ടിലൊക്കെ നമുക്ക് പോകണമല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് തിരക്കായി പോയതുകൊണ്ടാണ് വീഡിയോ ഒക്കെ ഇടാൻ താമസിച്ചത്. ഓണപ്പരിപാടികളൊക്കെ നമ്മൾ തലേദിവസം സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ കാവറക്കാനും അതുപോലെ തന്നെ വറ ഐറ്റംസൊക്കെ നമ്മൾ തലേദിവസമൊക്കെ തുടങ്ങി. കാരണം ഇതൊക്കെ തീർക്കണമല്ലോ, ഉച്ചക്കേ തുടങ്ങി അരിഞ്ഞ്. നമുക്ക് ഈ കുഞ്ഞാവയൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര പണിപ്പാടായിരുന്നു. കാരണം അവിടെ 2 കുഞ്ഞാവന്മാരുണ്ട്. 2 പേരും ഒരാൾ ഉറങ്ങുമ്പോൾ അടുത്ത ആൾ എഴുന്നേക്കും. അതുകൊണ്ട് നമുക്ക് പരിപാടിയൊക്കെ കുറച്ച് ഇങ്ങനെ ലേറ്റായിട്ടാണ് എല്ലാവരും ചെയ്യാൻ സാധിച്ചെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു. കാവറുത്തു, അതുപോലെ ശർക്കര വരട്ടി ഉണ്ടാക്കി, ഉണ്ണിയപ്പം ഉണ്ടാക്കി, നെയ്യപ്പം ഉണ്ടാക്കി, അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ നമ്മൾ ഉണ്ടാക്കി. പിറ്റേ ദിവസം തിരുവോണമായിരുന്നു. തിരുവോണത്തിൻ്റെ ഇന്ന് രാവിലെ നമ്മൾ തലേദിവസം തന്നെ തൊടുകറിയൊക്കെ ഉണ്ടാക്കി വെച്ചു. പിറ്റേ ദിവസം രാവിലെ അവിയലും സാമ്പാറും പുളിശ്ശേരി അങ്ങനെയുള്ള കറികളൊക്കെ രാവിലെ ഉണ്ടാക്കി. അങ്ങനെ ഉച്ചയുടെ സമയമായി. നമ്മൾ അതായത് പരിപ്പ് കറിയാണ്, സാമ്പാർ, പിന്നെ ഉള്ളത് മധുരക്കറിയാണ്. അങ്ങനെ പറ്റുന്ന രീതിയിലുള്ള കറികളൊക്കെ നമ്മൾ ഉണ്ടാക്കി. കാരണം കുഞ്ഞുങ്ങളെ വെച്ച് നമുക്ക് ചെയ്ത് പാടാണ്. എന്നാലും നമുക്ക് ഓണമല്ലേ, വർഷത്തിലൊരു പ്രാവശ്യം വരുന്ന ഓണം നമുക്കങ്ങനെ വെറുതെ കളയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഉച്ചത്തെ എല്ലാ പരിപാടിയും റെഡിയായി. അങ്ങനെ അച്ഛനും അമ്മയും നന്ദൂസും എല്ലാവരും കൂടെ ചേർന്ന് അവിടെ സദ്യ വിളമ്പാൻ തുടങ്ങി. എല്ലാവരും ഒന്നിച്ചിരുന്ന് ഉണ്ണാൻ പോവാണ്. പക്ഷേ നന്ദുവിൻ്റെ അച്ഛൻ മാത്രം അന്നത്തെ ദിവസം ഉണ്ടായിരുന്നില്ല. അന്ന് ഡ്യൂട്ടിക്ക് പോകേണ്ട ദിവസമായിരുന്നു. ഉച്ച കഴിഞ്ഞ് വരും, കുറച്ച് താമസിക്കും. എന്നാലും ഒന്നിച്ച് ഉണ്ണാനായിട്ട് അന്നത്തെ ദിവസം ഉണ്ടായിരുന്നില്ല. ഇലയിൽ എല്ലാ വിഭവങ്ങളും വിളമ്പി എല്ലാവരും കൂടി ഇരുന്നു കേട്ടോ. എൻ്റെ ഇലയുടെ വിളമ്പി വെച്ചു. അപ്പോൾ കുഞ്ഞാവ ഇവിടെ കിടക്കുകയാണ്. നന്ദൂട്ടിയുടെ അപ്പച്ചിയുടെ കുഞ്ഞാവയാണ്. അവൾ എഴുന്നേറ്റ് കിടക്കുമായിരുന്നു. നന്ദൂട്ടിയുടെ കുഞ്ഞിനെയും തൊട്ടി കിടന്ന് ഉറങ്ങുന്നു. 2 കുഞ്ഞാവന്മാരുടെയും ആദ്യത്തെ ഓണമാണ് കേട്ടോ. ഒരാൾക്ക് 3 മാസവും ഒരാൾക്ക് 8 മാസവും. 2 പേരുടെ ആദ്യത്തെ ഓണമാണ്. നന്ദൂട്ടി അങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു അച്ഛനെ. അപ്പോൾ നന്ദൂട്ടിയുടെ അച്ഛൻ എത്തി. 4 മണിയായി എത്തിയപ്പോഴേക്കും. തിരുവോണ സദ്യ കൊണ്ടാണ് സമയം. പിന്നെ സമയമൊന്നും പാഴാക്കില്ല, പെട്ടെന്ന് തന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. അപ്പോൾ കുഞ്ഞാവെ എഴുന്നേറ്റു. 2 പേരും കൂടി ഇരുന്ന് ഓണസദ്യ എണ്ണുകയാണ് കേട്ടോ. നന്ദൂട്ടി ഇതേ അടുത്ത് പോയിരുന്ന കുഞ്ഞാവയ്ക്ക് കറിയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അവനിങ്ങനെ ചേച്ചി കൊടുക്കുന്നതൊക്കെ ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. പിന്നെ നന്ദൂട്ടി ഉച്ച കഴിഞ്ഞ് അമ്മ വീട്ടിൽ പോയി. അവിടെ ചെന്നപ്പോൾ ഓണക്കളികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പഴയ നാടൻ കളികളൊക്കെ ഓണക്കളികളായിട്ട് കൊണ്ടുവന്നിരുന്നു കേട്ടോ. പിന്നെ വൈകിട്ട് നാടൻ പാട്ടുണ്ടായിരുന്നു. അത് കേൾക്കാനായിട്ട് എല്ലാവരുമായിട്ട് പോയി. കുട്ടികളെല്ലാം ഭയങ്കര സന്തോഷത്തോടെ സ്റ്റേജിന് മുമ്പിൽ കിടന്ന് ഡാൻസ് കളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഇന്നത്തെ ചെറിയൊരു വ്ളോഗ് ഇവിടെ തീരെയാണ്. നമുക്ക് വീണ്ടും അടുത്ത വ്ളോഗായിട്ട് കാണാം. ടാറ്റാ.